Hi all, this will be our first class for medical microbiology. Starting off with general microbiology, the topic for today will be culture media and culture methods. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കത്തില്ലെന്ന് എനിക്കറിയാം. അത് കാരണം നേരെ കാര്യത്തിലോട്ട് വരാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൾച്ചർ മീഡിയ ആൻഡ് കൾച്ചർ മെത്തേഡ്സ് ആണ്. കൾച്ചർ മീഡിയ എന്തിനാണ് കൾച്ചർ മീഡിയ? കൾച്ചർ മീഡിയ is required to isolate bacteria from the clinical specimen following which the appropriate test can be performed to identify the causative agent. അതായത് നമ്മുടെ ക്ലിനിക്കൽ സ്പെസിമെനിൽ നിന്ന് ബാക്ടീരിയയൊക്കെ ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പുറത്ത് ബാക്കിയുള്ള ബയോകെമിക്കൽ ടെസ്റ്റുകളൊക്കെ ചെയ്ത് പോസിറ്റീവ് ഏജൻറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൾച്ചർ മീഡിയ യൂസ് ചെയ്യുന്നത്. കൾച്ചർ മീഡിയയുടെ കോൺസ്റ്റിറ്റ്യൂൻസ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ ഉണ്ടാകും, ഇലക്ട്രോലൈറ്റ്സ്, പെപ്റ്റോൺ, അഗാർ, മീറ്റ് എക്സ്ട്രാക്ട്, ഈസ്റ്റ് എക്സ്ട്രാക്ട്, മാൾട്ട് എക്സ്ട്രാക്ട്, ബ്ലഡ് ആൻഡ് സീറം. ആദ്യം വാട്ടർ. വാട്ടർ ഈസ് എ ലോ മിനറൽ കോണ്ടൻറ്റ് മെറ്റീരിയൽ, അതുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്ടർ ഈസ് യൂസ്ഡ് ആസ് ദ സോഴ്സ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ കൾച്ചർ മീഡിയ. അടുത്തത് ഇലക്ട്രോലൈറ്റ്സ്. കൾച്ചർ മീഡിയയിൽ വരുന്ന ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആൻഡ് അതർ ഇലക്ട്രോലൈറ്റ്സ്. പിന്നെ പെപ്റ്റോൺസ്. പെപ്റ്റോൺസ് ആർ കോംപ്ലെക്സ് മിക്സ്ചർ ഓഫ് partially digested proteins. Source of peptones are lean meat, hard muscle, casein or fibrin. Components are proteoses, amino acids, inorganic salts such as phosphate, potassium, magnesium. Then agar. Agar is for solidifying culture media. The components are cell wall derived long chain polysaccharide and small amount of proteins. Preparation എന്ന് പറയുന്നത് agar powder is mixed with water. Then it is sterilized by autoclave. When the temperature has come down to about 25 degrees Celsius, it is moved on to a petri dish and allowed to settle for about 20 minutes. Then meat extract. Meat extract is a lab product. It contains protein degradation products, inorganic salts, carbohydrates, growth factors. Then is yeast extract. It contains amino acid, inorganic salts and carbohydrates. Then malt extract. It contains maltose, starch, dextrin, glucose and 5% protein products. Then it contains blood and serum. They are the important components of enriched media. Enriched media is a type of culture media. Pinna parayum. They provide extra nutrition to fastidious bacteria. നമ്മളൊരു 5 to 10% ഷീപ്പ് ബ്ലഡ് ആണ് യൂസ് ചെയ്യുന്നത്. അസെപ്റ്റിക്കലി കളക്റ്റഡ് ബ്ലഡ് ഈസ് റെൻഡർഡ് നോൺ കോയാഗുലബിൾ. അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ട്യൂബിൽ ഇതിനെ ഒരു ആൻറ്റി കോയാഗുലൻറ്റുമായിട്ട് നന്നായി ഷെയ്ക്ക് ചെയ്തിട്ടാണ് നോൺ കോയാഗുലബിൾ ആക്കുന്നത്. Then this serum is sterilized by filtration after collection. Types of culture media. Culture media can basically be classified into two types based on consistency and based on growth requirement. ആദ്യം based on consistency liquid media ഉണ്ടാകും, അതിനെ ബ്രോത്ത് എന്നും വിളിക്കും. Then semi solid media, solid media. പിന്നെ വരുന്നത് based on growth requirement ആണ്. അതിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. റിക്വയർഡ് ഓൺ ലാബ് റൂട്ടീൻ ലാബ് മീഡിയ ആയിട്ടും ഡിഫൈൻഡ് ഓർ സിന്തറ്റിക് മീഡിയ ആയിട്ടും. റൂട്ടീൻ ലാബ് മീഡിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം അക്വസ് എക്സ്ട്രാക്ട് ഓഫ് മീറ്റ്, പെപ്റ്റോൺ എക്സെട്ര. അവരാരൊക്കെയെന്ന് ചോദിച്ചാൽ സിമ്പിൾ ബേസൽ മീഡിയ ഉണ്ട്, എൻറിച്ച്ഡ് മീഡിയ ഉണ്ട്, എൻറിച്ച്മെൻറ്റ് മീഡിയ ഉണ്ട്, സെലക്റ്റീവ് മീഡിയ ഉണ്ട്, ഡിഫറൻഷ്യൽ മീഡിയ, ട്രാൻസ്പോർട്ട് മീഡിയ, അനറോബിക് മീഡിയ. പിന്നെ ഉള്ളത് ഡിഫൈൻഡ് ഓർ സിന്തറ്റിക് മീഡിയ. ദേ ആർ പ്രിപ്പയർഡ് പ്യുവർലി ഫ്രം കെമിക്കൽ സബ്സ്റ്റൻസസ് ആൻഡ് ദി എക്സാക്ട് കോമ്പോസിഷൻ ഇസ് നോൺ. അവർ രണ്ട് ടൈപ്പ് ഉണ്ട്, സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് സിന്തറ്റിക് മീഡിയ. ആദ്യം റൂട്ടീൻ ലബോറട്ടറി മീഡിയ. റൂട്ടീൻ ലബോറട്ടറി മീഡിയ ആദ്യം നമ്മൾ നോക്കുന്നത് സിമ്പിൾ ബേസൽ മീഡിയ ആണ്. ദ മിനിമം ഇൻഗ്രീഡിയൻസ് ഫോർ ദി ഗ്രോത്ത് ഓഫ് നോൺ ഫാസ്റ്റിഡിയസ് ബാക്ടീരിയ ആണ് ബേസൽ മീഡിയയിൽ ഉണ്ടാവുക. എക്സാമ്പിൾ പെപ്റ്റോൺ വാട്ടർ. ഇറ്റ് കണ്ടെയ്ൻസ് പെപ്റ്റോൺ 1% ആൻഡ് NaCl 0.5%, പിന്നെ വാട്ടർ. പിന്നെ ന്യൂട്രിയൻ ബ്രോത്ത്. ഇറ്റ് കണ്ടെയ്ൻസ് പെപ്റ്റോൺ വാട്ടർ, നേരത്തെ പറഞ്ഞ അതിൻ്റെ കൂടെ മീറ്റ് എക്സ്ട്രാക്ട് ഉണ്ടാവും 1%. ദിസ് ന്യൂട്രിയൻ ബ്രോത്ത് ഇസ് അവൈലബിൾ ആസ് മീറ്റ് എക്സ്ട്രാക്ട്, മീറ്റ് ഇൻഫ്യൂഷൻ, മീറ്റ് ഡൈജസ്റ്റ് ബ്രോത്ത്. 3 ടൈപ്പിൽ അവൈലബിൾ ആണ്. ദെൻ ന്യൂട്രിയൻ്റ് അഗാർ, നേരത്തെ പറഞ്ഞ ന്യൂട്രിയൻ ബ്രോത്തിൻ്റെ കൂടെ അഗാർ 2% ചേർത്ത ന്യൂട്രിയൻ്റ് അഗാറായി. പിന്നെ സെമി സോളിഡ് മീഡിയം. അതിൽ നേരത്തെ ഈ ന്യൂട്രിയൻ്റ് അഗാറിൽ 2% അഗാർ ആഡ് ചെയ്തിരുന്നില്ലേ, അതിൽ 0.2 അല്ലെങ്കിൽ 0.5% അഗാർ ആഡ് ചെയ്താൽ സെമി സോളിഡ് മീഡിയ ആയി. ദെൻ എൻറിച്ച്ഡ് മീഡിയ, അടുത്ത ടൈപ്പ് കൾച്ചർ മീഡിയ ആണ് എൻറിച്ച്ഡ് മീഡിയ. അത് ബേസൽ മീഡിയയുടെ കൂടെ ബ്ലഡ് അല്ലെങ്കിൽ സീറം അല്ലെങ്കിൽ എഗ് ആഡ് ചെയ്യുമ്പോൾ എൻറിച്ച്ഡ് മീഡിയ കിട്ടും. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ബ്ലഡ് അഗാറാണ് ഒന്നാമത്തത്. 5 to 10% ഷീപ്പ് ബ്ലഡിനെ മോൾട്ടൺ ന്യൂട്രിയൻ്റ് അഗാറിലേക്ക് 45 ഡിഗ്രി സെൽഷ്യസിൽ ആഡ് ചെയ്യണം. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മീഡിയം ഇസ് ഇൻ ഡയഗ്നോസ്റ്റിക് ബാക്ടീരിയോളജി എൻറിച്ച്ഡ് മീഡിയ. ഇറ്റ് ഓൾസോ ടെസ്റ്റ് ദി ഹീമോലൈറ്റിക് പ്രോപ്പർട്ടി ഓഫ് ബാക്ടീരിയ. Another example of enriched media is chocolate agar.
ഇവിടെയും 5 to 10% ഷീപ്പ് ബ്ലഡ് തന്നെ, പക്ഷേ ന്യൂട്രിയൻ്റ് അഗാർ അറ്റ് 70 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അവിടെ ഈ 70 ഡിഗ്രി സെൽഷ്യസിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ RBC ഈസ് ലൈസ്ഡ് ആൻഡ് കോണ്ടൻസ് ആർ റിലീസ്ഡ് കോസിങ് ദി കളർ, ഈ ചോക്ലേറ്റ് കളർ. The nutrient is richer than blood agar. It is nutrient rich than blood agar. I'm sorry. പിന്നെ it supports Haemophilus influenzae. Other examples are Laufen's serum slope for cotton bacterium diphtheria. Then blood culture media. പിന്നെ ബ്ലഡ് കൾച്ചർ മീഡിയ 2 ടൈപ്പ് ഉണ്ട്, മോണോഫേസിക് ഉണ്ട്, ബൈഫേസിക് ഉണ്ട്. മോണോഫേസിക് എന്ന് പറയുന്നത് ബ്രെയിൻ ഹേർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്ത് ആണ്. ബൈഫേസിക് എന്ന് പറയുന്നത് അതിൽ ഈ നേരത്തെ പറഞ്ഞ ബ്രെയിൻ ഹേർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്ത് ലിക്വിഡ് ഫേസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് സോളിഡ് അഗാർ സ്ലോപ്പ് യൂസ് ചെയ്യുന്നുണ്ട് സോളിഡ് ഫേസ് ആയിട്ട്. മൂന്നാമത്തെ ടൈപ്പ് കൾച്ചർ മീഡിയ എന്ന് പറയുന്നത് എൻറിച്ച്മെൻറ്റ് ബ്രോത്ത് ആണ്. എൻറിച്ച്മെൻറ്റ് ബ്രോത്തിൽ സെലക്റ്റീവ്ലി അലൗ സർട്ടൻ ഓർഗാനിസംസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഐസൊലേറ്റിംഗ് ഓർഗാനിസംസ് ഫ്രം ക്ലിനിക്കൽ സ്പെസിമെൻ. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ടെട്രാതൈനൈറ്റ് ബ്രോത്ത് ഫോർ സാൽമണല്ല ടൈഫിനൂരിയം, ഗ്രാം നെഗറ്റീവ് ബ്രോത്ത് ഫോർ ഷിഗല്ല, സെലനിൻ എഫ് ബ്രോത്ത് ഫോർ ഓൾസോ ഫോർ ഷിഗല്ല, ദെൻ ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ ഫോർ വിബ്രിയോ കോളറയും. പിന്നെ ഉള്ളത് സെലക്റ്റീവ് മീഡിയ ആണ്. സോളിഡ് മീഡിയ വിത്ത് ഇൻഹിബിറ്റേഴ്സ് ഫോർ നോർമൽ ഫ്ലോറ. എക്സാമ്പിൾസ് ആർ ലോവൻസ്റ്റൈൻ ജെൻസൺ മെത്തേഡ് മീഡിയം. ഇവിടെ ഐസൊലേഷൻ ഓഫ് മൈക്കോബാക്ടീരിയം ദേ യൂസ്ഡ് ഫോർ ഐസൊലേഷൻ ഓഫ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. പിന്നെ തയോസൾഫേറ്റ് സിട്രേറ്റ് ബയോസോൾട്ട് സുക്രോസ് TCBS അഗാർ, അത് വിബ്രിയോ സ്പീഷീസിന് വേണ്ടിയിട്ടാണ്. ദെൻ ഡിയോക്സികോളേറ്റ് സിട്രേറ്റ് അഗാർ DCA അഗാർ. Therefore, enteric pathogens such as Salmonella and Shigella from stool. Other examples are XLD, xylose, lysine, deoxycholate agar, പിന്നെ potassium tellurite agar PTA, Wilson Blair bismuth sulfate medium. Another type of culture media is transport media for the transport of clinical specimen containing delicate organisms. Collection space എന്ന് പിന്നെ ലാബ് വരെ എത്തിക്കാനായിട്ടുള്ള ട്രാൻസ്പോർട്ടിൻ്റെ ടൈമിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന മീഡിയയാണ് ട്രാൻസ്പോർട്ട് മീഡിയ. അവിടെ ബാക്ടീരിയ ഡു നോട്ട് മൾട്ടിപ്ലൈ ബട്ട് റിമെയിൻ വയബിൾ ഉള്ളി. പിന്നെ ഡിഫറൻഷ്യൽ മീഡിയ, ദ ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ 2 ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ യൂസിങ് ഇൻഡിക്കേറ്റർ, കളർ ബേസ്ഡ് ചെയ്തിട്ടാണ് കേട്ടോ. അതിൽ എക്സാമ്പിൾസ് മെക്കോങ്കി അഗാർ ഒന്ന്, ഡിഫറൻഷ്യൽ ലോ സെലക്റ്റീവ് മീഡിയം ഫോർ എൻറ്ററിക് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഇറ്റ് ഡിഫറൻഷ്യേറ്റ്സ് ഓർഗാനിസംസ് ഇൻ ടു ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് ആൻഡ് നോൺ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ്. ലാക്ടോസ് ഫെർമെൻറ്റേഴ്സിനെ LF എന്ന് വിളിക്കാം, അവരെ പിങ്ക് കളറിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഈക്കോളയാണ് ഒരു എക്സാമ്പിൾ. നോൺ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് NLF എന്ന് വിളിക്കാം, ദേ ആർ കളർലെസ് ആൻഡ് എക്സാമ്പിൾ ഇസ് ഷിഗല്ല. ദേ കണ്ടെയ്ൻസ് പെപ്റ്റോൺ, ലാക്ടോസ്, അഗാർ, ന്യൂട്രിയൻ റെഡ്, ടോറോക്കൊളേറ്റ്. മെക്കോങ്കി അഗാറിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസ് ആണ്. അടുത്തത് CLED അഗാർ, സിസ്റ്റീൻ ലാക്ടോസ് ഇലക്ട്രോലൈറ്റ് ഡെഫിഷ്യൻറ്റ് അഗാർ. ദേ സിമിലർ ടു മെക്കോങ്കി അഗാർ, they differentiate between LF and NLF. It is used as an alternative to blood agar and McConkey agar for urine specimen. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കോങ്കി അഗാറിൻ്റെ മേലെ ഇറ്റ് ഈസ് ലെസ് ഇൻഹിബിറ്ററി ആൻഡ് സപ്പോർട്ട്സ് ദി ഗ്രോത്ത് ഓഫ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ബ്ലഡ് അഗാറിൻ്റെ മേലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രിവെൻറ്റ്സ് ദി സ്വാമിങ് ഓഫ് പ്രോട്ടീൻസ്. ദെൻ ഈസ് അനറോബിക് കൾച്ചർ മീഡിയ. It contains reducing substances which take up the oxygen and reduce the redox potential to permit the growth of obligate anaerobes. അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് ബ്രോത്ത് RCM ബ്രോത്ത്. അവിടെ ചോപ്ഡ് മീറ്റ്, അതായത് ബീഫിൻ്റെ ഹാർട്ടാണ് പ്രിഫർ ചെയ്യുന്നത്, വിത്ത് ഗ്ലൂട്ടാതയോൺ, അതായത് സൾഫൈഡൽ ഗ്രൂപ്പിൻ്റെ കണ്ടെയ്ൻ ചെയ്യുന്നതാണ്, ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. പിന്നെ ഇറ്റ് ഈസ് എ വൈഡ്ലി യൂസ്ഡ് അനറോബിക് മീഡിയം RCM. അതർ എക്സാമ്പിൾസ് ആർ തയോഗ്ലൈക്കോളേറ്റ് ബ്രോത്ത്, anaerobic blood agar, BHIS brain heart infusion agar, neomycin blood agar, egg yolk agar, phenyl ethyl agar. Next is defined or synthetic media. They are purely chemically synthesized. The composition is known. അവർ 2 ടൈപ്പ് ഉണ്ട്, സിമ്പിൾ സിന്തറ്റിക് മീഡിയ ഉണ്ട്, കോംപ്ലക്സ് സിന്തറ്റിക് മീഡിയ ഉണ്ട്. സിമ്പിൾ സിന്തറ്റിക് മീഡിയയിൽ കാർബൺ സോഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കോസ് ഓർ ലാക്ടോസ് മാത്രമാണ്. പിന്നെ ഇനോർഗാനിക് നൈട്രജൻ്റെ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അമോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ അമോണിയം ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ അമോണിയം സൾഫേറ്റ്. കോംപ്ലക്സ് സിന്തറ്റിക് മീഡിയയിൽ നേരത്തെ പറഞ്ഞ സിമ്പിൾ സിന്തറ്റിക് മീഡിയയുടെ കൂടെ അമിനോ ആസിഡ്സ്, പ്യൂരിൻസ്, പിരിമിഡിൻസ് ആൻഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടാവും. അടുത്ത കൾച്ചർ മെത്തേഡ്സ് നോക്കാം. കൾച്ചർ മെത്തേഡ്സ് കുറച്ചുണ്ട്. അതിൽ ആദ്യം വരുന്നത് ലൂപ്പ് ആൻഡ് സ്ട്രേറ്റ് വയർസ്. അതിൽ ആദ്യം യൂസ് ചെയ്യുന്നത് ലൂപ്പ് ആൻഡ് സ്ട്രേറ്റ് വയർസ്. ലൂപ്പ് ആൻഡ് സ്ട്രേറ്റ് വയർസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ ദി ഇനോക്കുലേഷൻ ഓഫ് സ്പെസിമെൻ ഓൺ ദി കൾച്ചർ മീഡിയ
നമ്മൾ ലൂപ്പും സ്ട്രേറ്റ് വയറും യൂസ് ചെയ്യും. ബാക്ടീരിയോളജിക്കൽ ലൂപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 to 4 മില്ലിമീറ്റർ ഇൻറ്റേർണൽ ഡയമീറ്ററുള്ള ഒരു ലൂപ്പിനെ നമ്മൾ സ്ട്രീക്ക് ചെയ്യാനായിട്ടും കൾച്ചർ പ്ലേറ്റ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യും. അടുത്ത ബാക്ടീരിയോളജിക്കൽ സ്ട്രേറ്റ് വയർ, ഈ കാണുന്ന സാധനം. ദേ യൂസ് ഫോർ മേക്കിംഗ് സ്ട്രോ കൾച്ചർ ആൻഡ് സ്റ്റാപ്പ് കൾച്ചർ. The inoculating straight wire or loop is first heated in the Bunsen flame by making it red hot and then made cool waiting for 10 seconds. The entire process of bacteriological culture method should be carried out in biological safety cabinet to prevent acquired infections. അതിൽ നമ്മൾ ആദ്യത്തെ കൾച്ചർ മെത്തേഡ് എന്ന് പറയുന്നത് സ്ട്രീക്ക് കൾച്ചറാണ്. നമ്പർ നോക്കണ്ട കേട്ടോ. സ്ട്രീക്ക് കൾച്ചർ ഇറ്റ് ഇസ് എ റൂട്ടീൻ മെത്തേഡ് എംപ്ലോയിഡ് ഫോർ isolation of bacteria from clinical specimen for obtaining individual isolated colonies ഫ്രം എ മിക്സ്ഡ് കൾച്ചർ ഓഫ് ബാക്ടീരിയ. ഇതാണ് സ്ട്രീക്ക് കൾച്ചറിൻ്റെ ഒരു സ്കെമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ഇതിൽ ഐസൊലേറ്റഡ് കോളനീസ് കാണാം. ഇത് ലോൺ കൾച്ചർ. ലോൺ കൾച്ചർ പ്രൊവൈഡ്സ് യൂണിഫോം തിക്ക് സർഫേസ് ഫോർ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ ഓൺ സോളിഡ് മീഡിയം. സ്റ്റെറൈൽ സ്വാബ് ഇസ് സോക്ഡ് ഇൻ ലിക്വിഡ് മീഡിയം കണ്ടെയ്നിങ് ബാക്ടീരിയ ഈസ് ഇനോക്കുലേറ്റഡ് ആൻഡ് ഇൻക്യുബേറ്റഡ് അറ്റ് 37 ഡിഗ്രി സെൽഷ്യസ്. ഇത് ചെയ്തിട്ട് ഫ്ലഡിങ് ചെയ്യണം. അതായത് നേരത്തെ പറഞ്ഞ ലിക്വിഡ് മീഡിയം കണ്ടെയ്നിങ് ബാക്ടീരിയനെ ഇതിൻ്റെ പെട്രി ഡിഷിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചിട്ട് എക്സസ് ആയിട്ടുള്ളത് പോർ ഔട്ട് ചെയ്യണം. അടുത്ത കൾച്ചർ മെത്തേഡ് എന്ന് പറയുന്നത് സ്ട്രോ കൾച്ചറാണ്. ദിസ് ഈസ് ക്യാരിഡ് ഔട്ട് ഓൺ അഗാർ സ്ലോപ്സ് ഓർ സ്ലാൻഡ്സ് ബൈ സ്ട്രീക്കിംഗ് സ്ട്രേറ്റ് വയർ ഇൻ സിഗ്സാഗ് ഫാഷൻ, ഈ കാണുന്ന പോലെ. The straw culture provides a pure growth of bacterium for carrying out diagnostic tests. Example where straw culture is used are a citrate utilization test and urease test. പിന്നെ ഉള്ളത് സ്റ്റാപ്പ് കൾച്ചറാണ്. ഇസ് പെർഫോംഡ് ബൈ സ്റ്റാബിംഗ് ദി സെമി സോളിഡ് അഗാർ ബട്ട് ബൈ എ സ്ട്രേറ്റ് വയർ. നേരത്തെ ആദ്യം കാണിച്ച സ്ട്രേറ്റ് വയർ. ദി സ്റ്റാപ്പ് കൾച്ചർ ഈസ് യൂസ്ഡ് ഫോർ മെയിൻറ്റെയിനിങ് സ്റ്റോ കൾച്ചേഴ്സ് ഫോർ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഓക്സിജൻ റിക്വയർമെൻറ്റ് ഓഫ് ദി ബാക്ടീരിയ ബൈ ഓക്സിഡേറ്റീവ് ഫെർമെൻറ്റേറ്റീവ് ടെസ്റ്റ്, motility test using semi-solid agar. Examples where stap culture is used are mannitol motility medium, nutrient agar semi-solid buds, triple sugar ion agar test, TSI test. Next is liquid culture. Liquid culture is in test tubes, screw cap bottles, McCarthy bottle. Liquid culture, test tubes, സ്ക്രൂ ക്യാപ്പ് ബോട്ടിൽസ് ഓർ ഫ്ലാസ്കിൽ ഉള്ള ലിക്വിഡ് കൾച്ചേഴ്സിനെ ഇനോക്കുലേറ്റ് ചെയ്യാനായിട്ട് ലൂപ്പ് യൂസ് ചെയ്യാം ഓർ ബൈ ആഡിങ് ദ ഇനോക്കുലം വിത്ത് പിപ്പറ്റ്സ് ഓർ സിറിഞ്ചസ്. ഇവിടെ ബാക്ടീരിയൽ ഗ്രോത്ത് ഇസ് ഡിറ്റക്റ്റഡ് ബൈ ഒബ്സർവിംഗ് ദി ടർബിഡിറ്റി ഓഫ് ദി മീഡിയം. സം ബാക്ടീരിയ പ്രൊഡ്യൂസ് യൂണിഫോം ടർബിഡിറ്റി, സം പ്രൊഡ്യൂസ് ഗ്രാനുലർ ടർബിഡിറ്റി വിച്ച് സെഡിമെൻറ്റ് അറ്റ് ദി ബോട്ടം ഓഫ് ദി ട്യൂബ്, സം എറോബിക് ബാക്ടീരിയ ഫോം സർഫേസ് പെലിക്കിൾസ്. ഇതിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് കൾച്ചേഴ്സ് ആർ യൂസ്ഫുൾ ഫോർ ബ്ലഡ് കൾച്ചർ, ഫോർ സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ്, വാട്ടർ അനാലിസിസ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ദി സ്പെസിമെൻ കണ്ടെയ്നിങ് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ബാക്ടീരിയനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സ്പെസിമെൻസ് കണ്ടെയ്നിങ് ആൻറ്റിബയോട്ടിക്സ് ആൻഡ് അതർ ആൻറ്റി ബാക്ടീരിയൽ സബ്സ്റ്റൻസസ് ആസ് ദീസ് ഇൻഹിബിറ്റ് ദി ഏജൻറ്റ്സ് ആർ ന്യൂട്രലൈസ്ഡ് ബൈ ദി ഡൈല്യൂഷൻ ഇൻ ദി മീഡിയം. ഇറ്റ് ഈസ് ഓൾസോ പ്രിഫേർഡ് വെൻ ലാർജ് yields of bacteria are required. Next is pore plate culture. The quantitative method used to estimate viable bacterial cell count. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സീരീസ് ഓഫ് ഡൈല്യൂഷൻസ് നടത്തും. ഡൈല്യൂട്ട് ചെയ്ത് ലാസ്റ്റ് കിട്ടുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് സ്പ്രെഡ് പ്ലേറ്റ് കൾച്ചർ, അനദർ മെത്തേഡ് ഫോർ വയബിൾ സെൽ കൗണ്ട്. ആഫ്റ്റർ സീരിയൽ ഡൈല്യൂഷൻ ഓഫ് ദി സാമ്പിൾ, നോൺ വോളിയൂം ഓഫ് ഇൻഡിവിജ്വൽ ഡൈല്യൂഷൻ ആർ സ്പ്രെഡ് ഓവർ ദി സ്യൂട്ടബിൾ അഗാർ പ്ലേറ്റ് ടു ഒബ്റ്റെയിൻ ലോൺ കൾച്ചർ. ആഫ്റ്റർ ഇൻക്യുബേഷൻ, കോളനീസ് ആർ കൗണ്ടഡ് ആൻഡ് മൾട്ടിപ്ലൈഡ് ബൈ ഡൈല്യൂഷൻ ഫാക്ടർ. അടുത്തത് അനേറോബിക് കൾച്ചർ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദീസ് ആർ ഫോർ ഒബ്ലിഗേറ്റ് അനേറോബ്സ്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് വാക്യൂം ആണ്. ബൈ ഇൻക്യുബേറ്റിംഗ് ദി കൾച്ചർ ഇൻ എ വാക്യൂം ഡെസിക്കേറ്റ്. അനേറോബിക് കൾച്ചർ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദേ ആർ ഫോർ ഒബ്ലിഗേറ്റ് അനേറോബ്സ്. ആദ്യത്തത് പ്രൊഡക്ഷൻ ഓഫ് വാക്യൂം ബൈ ഇൻക്യുബേറ്റിംഗ് ദി കൾച്ചേഴ്സ് ഇൻ എ വാക്യൂം ഡെസിക്കേറ്റർ. അത് അത്ര എഫക്റ്റീവ് അല്ലാത്ത കാരണം ഇറ്റ് ഈസ് നോട്ട് കോമൺലി യൂസ്ഡ്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് കമ്പസ്റ്റൻ ഓഫ് ഓക്സിജൻ. അതായത് ഈ ജാറിലുള്ള ഓക്സിജനെ അല്ലെങ്കിൽ നമ്മുടെ കണ്ടെയ്നറിലുള്ള ഓക്സിജനെ വേറൊരു ഇനേർട്ട് ഗ്യാസ്, ഫോർ എക്സാമ്പിൾ ഹൈഡ്രജനെ കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഇവിടെ ട്യൂബിൽ ബാക്കി വരുന്ന ഓക്സിജനെ ഒരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യും. അതിന് ഒരു എക്സാമ്പിളാണ്
Macintosh and Fields anaerobic jar. ഇവിടെ ഒരു മെറ്റൽ ഓർ ഗ്ലാസ് ജാർ വിത്ത് സ്ക്രൂ ലിഡ് is used. ഇതിൽ ഒരു പ്രഷർ ഗേജ് ഉണ്ടാവും, 2 ഓപ്പണിങ്സ് ഉണ്ടാവും. The replacement of oxygen by hydrogen is by Kipps apparatus. Then the catalyst used is aluminum pellet coated with palladium. ഇത് ഈ കാറ്റലിസ്റ്റിൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജനും ഹൈഡ്രജനും കൂടെ കൂട്ടിച്ചേർത്ത് വാട്ടറാക്കി കളയും. പിന്നെ അടുത്തത് അനോക്സോമാറ്റ്. It is an automated equipment which evacuates the air from jar and replaces the hydrogen from a cylinder. The same catalyst is used to remove the traces of oxygen. It is easier to operate than Macintosh jar method and claims to be highly effective for creating anaerobiasis. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ മെക്കിൻടോഷ് ഫീൽഡ്സ് അനേറോബിക് ജാറിൻ്റെ പണി ഈ ഒരു മെഷീൻ എടുക്കും. ഇവിടെ ഓക്സിജനെ ഹൈഡ്രജൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. മാത്രമല്ല നേരത്തെ പറഞ്ഞ അതേ കാറ്റലിസ്റ്റ്, അതായത് അലൂമിനിയം പെല്ലറ്റ്സ് കോട്ടഡ് വിത്ത് പലേഡിയം, അയാളെ യൂസ് ചെയ്തിട്ട് റെസിഡ്യൂവൽ ഓക്സിജനെയും പിടിച്ചളയും. പിന്നുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ ഓഫ് ഓക്സിജൻ ബൈ കെമിക്കൽ മെത്തേഡ്സ് ആണ്. ഇവിടെ ഇതിൽ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്പ്ലേസിംഗ് ദി ഓക്സിജൻ ഫ്രം ദി ജാർ, ഓക്സിജൻ ഇസ് റിമൂവ്ഡ് ബൈ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ കോൺട്രാസ്റ്റ് ടു ഇവാക്യുവേഷൻ ആൻഡ് റീപ്ലേസ്മെൻറ്റ് ടെക്നിക് യൂസ്ഡ് ഇൻ മെക്കിൻടോഷ് ഫീൽഡ്സ് ജാർ. ഇതിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഗ്യാസ് പാക്ക് സിസ്റ്റമാണ്. It is perfect for laboratory having less sample load. It uses a sachet containing sodium bicarbonate and sodium borohydride which react chemically in presence of water to produce hydrogen and carbon dioxide gas. ഈ സോഡിയം ബൈകാർബണേറ്റും സോഡിയം ബോറോഹൈഡ്രേറ്റും കൂടി ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജനും കാർബൺ ഡയോക്സൈഡ് ഗ്യാസുമായിട്ട് മാറും. The traces of oxygen is removed by using the same catalyst which is aluminum pellets coated with palladium. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് കെമിക്കൽ ഇൻഡിക്കേറ്ററും ഉണ്ട്, ബയോളജിക്കൽ ഇൻഡിക്കേറ്ററും ഉണ്ട്. അനേറോബയോസിസ് നടന്നു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കെമിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ റെഡ്യൂസ്ഡ് മെത്തിലീൻ ബ്ലൂ റിമെയിൻസ് കളർലെസ് ഇൻ anaerobic conditions but turns blue on exposure to oxygen. ഓക്സിജൻ ഉണ്ടെങ്കിൽ ആൾ ബ്ലൂ ആവും. പിന്നെ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. അവിടെ സ്യൂഡോമോണാസിനെ കൊണ്ട് ഇനോക്കുലേറ്റ് ചെയ്ത ഒരു പ്ലേറ്റ് ഈസ് ഇൻക്യുബേറ്റഡ് അലോങ് വിത്ത് അതർ ഇനോക്കുലേറ്റഡ് പ്ലേറ്റ്സ് ഫോർ anaerobic culture. Absence of growth of Pseudomonas, which is an obligate aerobe, indicates the perfect anaerobiosis that has been achieved. ഇതാണ് ഗ്യാസ് പാക്ക് സിസ്റ്റത്തിൻ്റെ ഡയഗ്രാം. Then comes preservation of microorganisms. അത് ഷോർട്ട് ടേം പ്രിസർവേഷൻ ഉണ്ട്, ലോങ് ടേം പ്രിസർവേഷൻ ഉണ്ട്. ആദ്യം ഷോർട്ട് ടേം പ്രിസർവേഷൻ നോക്കാം. ഇത് ചീപ്പർ ആൻഡ് ഈസി ടു പെർഫോം ബട്ട് ദി ഓർഗാനിസം മേ അണ്ടർഗോ ഫിനോറ്റിപ്പിക് ആൻഡ് ജീനോറ്റിപ്പിക് മ്യൂട്ടേഷൻസ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഷോർട്ട് ടേം പ്രിസർവേഷൻ്റെ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് കൾച്ചറിങ് ഉണ്ട്. ഇറ്റ് ഇസ് എ മോസ്റ്റ് കോമൺ മെത്തേഡ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് കാൺ ബി പ്രിസർവ് ഫോർ മോർ ദാൻ ഫ്യൂ വീക്സ്. പിന്നെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇമേഴ്സിങ് ഇൻ മിനറൽ ഓയിൽ, ഗ്ലിസറോൾ അല്ലെങ്കിൽ ഡിസ്റ്റിൽ വാട്ടർ, ദെൻ അല്ലെങ്കിൽ ഫ്രീസിങ് അറ്റ് -20°C. -20°C ഫ്രീസ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഡ്രൈയിങ്ങും ചെയ്യാം. ഡ്രൈയിങ് ചെയ്യുന്നത് സ്പോർട്സിൻ്റെയൊക്കെ കേസസിലാണ്. എക്സ്ക്യൂസ് മീ. പിന്നെ ഉള്ളത് ലോങ് ടേം പ്രിസർവേഷനാണ്. ലോങ് ടേം പ്രിസർവേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി പ്രിസർവ്ഡ് ഫോർ സെവറൽ ഇയേഴ്സ്, culture occupy less space, phenotypic and genotypic characters will not change, less chance of mutation, viability is well maintained. Examples: ultra temperature freezing. അതിൽ cryopreservative agents such as glycerol, skimmed milk, sucrose are used. It is done at about -70°C. അടുത്തത് ലയോഫിലൈസേഷൻ ആണ്, അല്ലെങ്കിൽ ഫ്രീസ് ഡ്രൈയിങ് എന്നും വിളിക്കാം. It is the freezing of liquid culture followed by dehydration. ഇത് സ്റ്റേബിൾ ആണ്. It can be readily rehydrated. 4°C ഇതിനെ സ്റ്റോർ ചെയ്യുന്നത്. അടുത്തത് മെത്തേഡ് ഫോർ ഐസൊലേറ്റിംഗ് ബാക്ടീരിയ ഇൻ പ്യൂർ കൾച്ചർ. ഒന്ന് സർഫസ് പ്ലേറ്റിംഗ് ആണ്. സ്ട്രീക്കിംഗ് വിത്ത് ഇൻ്റർമീഡിയറ്റ് ഹീറ്റ് ഇസ് എ റുട്ടീൻലി യൂസ്ഡ് മെത്തേഡ് ഇൻ ദ ലബോറട്ടറി, സർഫസ് പ്ലേറ്റിംഗ്. ദെൻ സെലക്റ്റീവ് മീഡിയ ആൻഡ് റീഎൻറിച്ച്മെൻറ്റ് ബ്രോത്ത്. ഇറ്റ് ഈസ് എംപ്ലോയ്ഡ് ഫോർ ഐസൊലേറ്റിംഗ് പാത്തോജൻസ് from specimens containing normal flora. Example: feces. Normal flora ഉള്ള specimen എന്ന് പാത്തോജൻസിനെ ഐസൊലേറ്റ് ചെയ്യാനായിട്ട്. Then pre-treatment of specimens. Suitable bactericidal substances are used for the pre-treatment of specimens to isolate particular bacterium. അതായത് നമ്മുടെ ടാർഗറ്റ് ബാക്ടീരിയത്തിന് ഹാം ചെയ്യാത്ത ബാക്ടീരിയസൈഡൽ സബ്സ്റ്റൻസസിനെ നമ്മുടെ സ്പെസിമെനിലേക്ക് ആഡ് ചെയ്യാം.
Then anaerobiosis. Obligate aerobes and anaerobes may be separated by incubating the plates under aerobic and anaerobic conditions. അപ്പോൾ ഒബ്ലിഗേറ്റ് ആയിട്ടുള്ള എയറോബ്സിന് അനേറോബിക് കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ വൈസ് വേഴ്സ. ഹീറ്റിംഗ്. Mixture of bacteria and liquid medium with different optimum growth temperatures can be separated by heating the medium at different temperatures. It is self-explanatory, I think. പിന്നെ ഫിൽറ്റേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പോർ ഡയമീറ്റേഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് ബാക്ടീരിയ. ഓരോ ബാക്ടീരിയയുടെ സൈസിലുള്ള ഫിൽറ്റേഴ്സ്, പോർ ഡയമീറ്ററുള്ള ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് ബാക്ടീരിയ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാം. ദെൻ ബേസ്ഡ് ഓൺ മോട്ടിലിറ്റി, മോട്ടൽ ബാക്ടീരിയ ക്യാൻ ബി separated from non-motile bacteria by subculturing them onto Craigie tube. പിന്നെ animal inoculation. Pathogenic bacteria can be separated from non-pathogenic bacteria by inoculating the mixture on susceptible animals. ആനിമലിൻ്റെ വൂണ്ടിൽ, സസെപ്റ്റബിൾ ആയിട്ടുള്ള ആനിമലിൻ്റെ വൂണ്ടിൽ ഈ ബാക്ടീരിയനെ ഇനോക്കുലേറ്റ് ചെയ്തിട്ട് ആ വൂണ്ടിൽ നിന്ന് സബ്കൾച്ചർ ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്ടീരിയൽ കൾച്ചർ ആൻഡ് കൾച്ചർ മീഡിയ ആൻഡ് കൾച്ചർ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. കുറവുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് എന്തായാലും നിങ്ങൾ അറിയിക്കുക. എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക. താങ്ക് യു.